ഗ്രാമ്പൂ ഒരു ഔഷധമായിട്ടുള്ള ഒരു കായാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ മസാലയിൽ മാത്രമല്ല കേട്ടോ, വീട്ടിൽ വളരെയധികം ഉപയോഗപ്രദമായ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്ന. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. കണ്ട അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്ര ഉപയോഗപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ്. എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ കുരുമുളക് പൊടിക്കുമ്പോൾ വെറുതെ കുരുമുളക് പൊടിക്കുന്നതിനേക്കാളും നല്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 4 ഗ്രാമ്പ് കൂട്ടാൻ മതി. അധികം ഒന്നും ഇടരുത്. ഇതിനു മുമ്പ് ഞാൻ കുരുമുളക് പൊടിക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വേറൊരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു എന്താ പറയുക എക്സ്ട്രാ ഒരു ടേസ്റ്റ്, ഇപ്പം മീൻ പൊരിക്കുന്നതിലാണെങ്കിലും വെജിറ്റബിൾസിലാണെങ്കിലും നമ്മൾ ഇറച്ചി കറി വെക്കുമ്പോൾ ചിക്കൻ ആകട്ടെ ബീഫാകട്ടെ നമ്മൾ കുരുമുളക് ഇടുമല്ലോ, അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. കുരുമുളക് നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെറും 4 ഗ്രാമ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് ചീത്താവേ ഇല്ല. പ്രാണികൾ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പൂത്ത് പോവില്ല. അതുപോലെ തന്നെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പിലയും അങ്ങനെ കുറച്ച് വെറൈറ്റി ടിപ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഏതൊരു കറിക്കും ഫ്രൈയിലും ഇപ്പം മീൻ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊന്നും ഇട്ട് നോക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പല്ലിനുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. എല്ലാവർക്കും ഓൾമോസ്റ്റ് ചെറിയ കുട്ടികൾക്ക് വരെ പല്ലിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മുതിർന്നവർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്കാണെങ്കിലും പല്ലിന് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ പേരയില, അതുപോലെ തന്നെ നമ്മളുടെ മാവില ഒരു 2 ഗ്രാമ്പും എടുക്കുക കേട്ടോ. ഇലകൾ എടുക്കുമ്പോൾ വളരെ കിളിന്തായിട്ടുള്ള ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂത്ത ഇലനേക്കാളും ഗുണം അതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ ഇട്ടേക്കുന്നത് പിങ്ക് സാൾട്ടാണ്. കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നാരങ്ങയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 തുള്ളി നാരങ്ങയിട്ട് നല്ലതുപോലെ ചതച്ച് ഇതിൻ്റെ നീരെടുക്കുക. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയണത്, പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മളുടെ മോണ പഴുപ്പാകട്ടെ, നമ്മളുടെ പല്ലിലുണ്ടാവുന്ന കേട് കൊണ്ടുള്ള വേദന ആകട്ടെ, ഈവൻ നമ്മളുടെ വായ്പുണ്ണ് വരില്ലേ, അതിനും നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് വായിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കും ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. ഒരു കോട്ടൺ എടുത്ത് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മളത് എവിടെയാണോ നമുക്ക് വേദന, ഇപ്പോൾ വായിൽ പുണ്ണാണെങ്കിൽ ആ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക. പല്ല് വേദനയാണെങ്കിൽ ഈ ഒരു കോട്ടൺ നമ്മൾ കടിച്ച് പിടിക്കുക. ഏത് പല്ലിനാണോ വേദന ആ ഒരു പല്ലിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് കടിച്ച് പിടിക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മളുടെ ഈ ഒരു ലിക്വിഡിൽ അത് നമുക്ക് മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്തിരി വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് വായിൽ ഗാർഗിൾ ചെയ്താൽ മതി. വായ്നാറ്റം, വായിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ച് ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ നമുക്ക് പിമ്പിൾസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അതിന് പാട് വരും, കുഴി വരും. അതൊന്നും ഇല്ലാതെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ ഒരു കുരു മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്രാമ്പൂവിലേക്ക് ഒരു നുള്ള് തേൻ ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം 2-3 കുരുക്കളാണെങ്കിൽ ആ ഒരു കുരുവിന് ആവശ്യമായ ഗ്രാമ്പു കൊടുക്കുക. അതിലേക്ക് മിക്സ് ആകുന്ന വിധത്തിലുള്ള തേനെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു കുരുയുടെ ഭാഗം മാത്രം നിങ്ങളൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് ചുങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെ അവിടെ ഒരു പാടേ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു മുഖക്കുരുവിൻ്റെ ഒരു പാടേ ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട്. അടുത്തത് നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മളുടെ ഗ്രാമ്പു ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. കൂടുതലൊന്നും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ എന്ന് പറയുമ്പം ഒരു 1/4 ഗ്ലാസ് വരെ, 1/4 ഗ്ലാസ് വറ്റുന്ന വരെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പൊടിയിട്ട് കുറേ നമുക്കിത് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പം ഈ ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിലേക്ക് നമ്മൾ ആ ഒരു ബൗളിലേക്ക് 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അത് ചീത്താവുകയൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു ആഴ്ച 1.5 ആഴ്ചത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട് കേട്ടോ. നമുക്കുണ്ടാകുന്ന നമ്മളെ കഴുത്തിലുണ്ടാവുന്ന എന്താണ് കറുത്ത പാടില്ലേ, കഴുത്തിന് ചുറ്റിന് കറുത്ത പാട്, അതുപോലെ തന്നെ നമ്മളുടെ കക്ഷത്തിലുണ്ടാവുന്ന കറുത്ത പാടുകൾ, ഇവയെല്ലാം മാറ്റാനായിട്ട് ഈ ഒരു ലിക്വിഡ് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേർപ്പ് നാറ്റമില്ലാതിരിക്കാനായിട്ട്, നമ്മളിപ്പം പുറത്തൊക്കെ പോകുമ്പം വളരെയധികം ബുദ്ധിമുട്ടാണ് വേർപ്പിൻ്റെ മണം വരുമ്പം, അപ്പോൾ അതില്ലാണ്ടിരിക്കാനും ഈ ഒരു ലിക്വിഡ് സഹായിക്കും കേട്ടോ. നമ്മൾ കക്ഷത്തിലേക്ക് അടിക്കുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നു ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവർക്കും എല്ലാം പിടിക്കണം എന്നില്ല. ആദ്യം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് അലർജി ഒന്നും ഇല്ലയെന്ന് കണ്ടു കഴിയുമ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കക്ഷത്തിലുള്ള കറുത്ത പാട്, കഴുത്തിലുള്ള കറുത്ത പാടൊക്കെ പോകാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് കേട്ടോ. ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ സന്ധ്യ സമയത്ത് ഈ ഒരു ഗ്രാമ്പൂടെ പൊടി ഇതുപോലെ ഒന്ന് പുകച്ച് കഴിഞ്ഞാൽ വളരെയധികം, അല്ലെങ്കിൽ സന്ധ്യസമയമാകണ്ട, നമുക്കൊരു നെഗറ്റീവ് എനർജി ഉള്ള സമയം, നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ഉള്ള സമയം, അല്ലെങ്കിൽ ജലദോഷമുള്ള സമയങ്ങളിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ചേഞ്ച് നമ്മളെ ലൈഫിൽ തന്നെ വരും കേട്ടോ. നമുക്കൊരു പോസിറ്റിവിറ്റി, നമുക്ക് ഉപ്പ് എത്രത്തോളം നെഗറ്റീവ് എനർജിയെ വലിച്ചു കളയുന്നു, അതുപോലെ തന്നെ ഗ്രാമ്പും വളരെ നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉപ്പിട്ട് വീടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമെന്ന്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമ്പൂനും അതുപോലെ ഒരു എനർജി ഉണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് അലർജി പ്രോബ്ലം അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യമുള്ള സമയത്തും നിങ്ങൾക്ക് ഈ ഒരു ഇത് ചെയ്യാം കേട്ടോ. ശ്വാസമുട്ടുള്ളവർക്കും ഇത് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. കൊതുക് കയറുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു സ്മെല്ലുമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ മൈൻഡ് നല്ല റിലാക്സ്, നല്ല ഉറക്കം കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. ഇതൊന്ന് പൊടിച്ചു വെച്ചാൽ മാത്രം മതി. എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ വീട് തുടക്കുമ്പോൾ ഈ ഒരു ഗ്രാമ്പൂടെ മിശ്രിതമല്ലേ, ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ ഒരു മിശ്രിതവും വേണമെങ്കിൽ ഉപ്പിടാം, ഇല്ലെങ്കിൽ കുറച്ച് ഷാമ്പൂ ഇടാം. ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ മോൻ വാശി പിടിച്ചിട്ട് അവനാണ് ഇടുന്നത്. അപ്പം ഷാമ്പൂ കൂടുതലൊന്നും ഇടണ്ട, 1-2 തുള്ളി മാത്രം ഇടുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഉറുമ്പ് കൂടുകൂട്ടുക, അതുപോലെ ചെറു പ്രാണികൾ വരിക, ഈച്ച ശല്യം, ഇവയെല്ലാം മാറുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാനായിട്ട് സഹായിക്കും കേട്ടോ. ഇത് എപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ ചെയ്താൽ മതി. വളരെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ വീട്ടിൽ തന്നെ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. നല്ല ക്ലീനും ആകും, നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നമ്മൾ എയർ ഫ്രഷനോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈച്ച ശല്യം കൂടുതലുള്ള സമയത്തും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഗ്രാമ്പൂ പൊടിച്ച് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ കാശ് കൊടുത്തൊന്നും ലിക്വിഡൊന്നും ഇനി വാങ്ങേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്ന, നിങ്ങളുടെ മുടിയുടെ നീട്ടം എത്രയാണോ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഗ്രാമ്പു ചതച്ചത്, നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു, കറിവേപ്പില, പിന്നെ നമ്മളുടെ ഉലുവ നിങ്ങൾക്ക് നീർക്കെട്ട്, തലവേദന അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ ഉലുവ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉലുവ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ തണുപ്പ് കൂടുതലായിട്ട് വരും. പക്ഷേ ഉലുവ വളരെ നല്ലതാണ്, മുടിക്ക് വളരെ നല്ലതാണ്, നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറ്റാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പറ്റാത്തവർ അത് സ്കിപ്പ് ചെയ്തിട്ട് കറിവേപ്പിലയും നമ്മളുടെ ചായപ്പൊടിയും ഷാമ്പൂ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഗ്ലാസ് വേണ്ട, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ തല കഴുകി കളയാനല്ലേ. അപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർക്കുമ്പോൾ നമ്മളുടെ മുടി വളരുവാനും നല്ലതാണ്. അതുപോലെ താരൻ, മുടി കൊഴിച്ചിൽ, തലയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, ചൊറിച്ചിൽ, പിന്നെന്താ പറയുക, പെയിൻ്റെ ശല്യം, ഇവയെല്ലാം മാറാനായിട്ട് ഈ ഒരു ലിക്വിഡ് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 1 ദിവസം ഇതുപോലെ കഴുകിയാൽ മതി. നമ്മൾ ഷാമ്പു മാത്രം ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുടി ഭയങ്കര റഫായി പോയിട്ട്
പോയിട്ട് മുടി ചിലവർക്ക് പൊട്ടിപ്പോകാറുണ്ട്, നേർത്ത് പോകാറുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു ചായപ്പൊടിയും നമ്മളുടെ കറിവേപ്പിലയും ഉലുവയും ഇവയെല്ലാം അതുപോലെ ഗ്രാമ്പും ഒക്കെ ചേർന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം കുളിക്കുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് തലയോട്ടിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. 100% നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഒന്ന് ചെയ്തു നോക്കണേ. അടുത്തതായിട്ട് നമുക്ക് തുണികൾ കഴുകാനായിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റമോൾ എടുക്കുക. പാരസിറ്റമോളാണ് ഞാൻ എടുക്കുന്നത്, വേറെ ഒന്നും എടുക്കാറില്ല. ഡോളയോ പാരസിറ്റമോളോ എടുക്കാം. എന്നിട്ട് ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു കവറിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഗ്രാമ്പു ചതച്ച് വെച്ചിട്ടുണ്ട്, അത് 1-2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. 2-2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇടികല്ലിൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയില്ലേ, അതിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു മിശ്രിതം നമ്മൾ ആ സോപ്പ് പൊടിയിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ, സോപ്പ് പൊടി ഇടുമ്പോൾ നമ്മളുടെ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോഴാണെങ്കിലും നമ്മളുടെ കോളറിൻ്റെ ഭാഗത്തൊന്നും അഴുക്ക് അധികം പോവില്ല അല്ലേ. പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തുണികളും നല്ല ഈടും നിൽക്കും, അതുപോലെ തന്നെ അഴുക്ക് നല്ലപോലെ പോകും, അതുപോലെ അതിൽ ഉള്ള അണുക്കളെ നശിപ്പിക്കുവാനും സഹായിക്കും. ഈ ഗ്രാമ്പൂടെ സ്മെല്ലും നല്ലൊരു എന്താണ് പറയുക, നല്ല ക്ലീൻ ആകുന്നത് മാത്രമല്ല കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അതിനെല്ലാം ഒരു സൊല്യൂഷനാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മളുടെ സോക്സിലൊക്കെ വളരെ ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ. നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് കഴുകുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാലും കാലിന് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ഒരു പൊടി കൊണ്ട് നിങ്ങൾ കഴുകുകയാണെങ്കിൽ നിങ്ങളുടെ കാല് വേർക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അതിലുള്ള അണുക്കളെ നശിപ്പിക്കുവാനും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുവാനും നല്ല ഈട് കിട്ടുവാനും സഹായിക്കുന്നതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. സോക്സ് മാത്രമല്ല, നമ്മളുടെ തോർത്താകട്ടെ, നമ്മളുടെ കുട്ടികളുടെ യൂണിഫോം ആകട്ടെ, ബാഗ് ആകട്ടെ, ഈവൻ ഷൂ വരെയും ഇതിൽ നല്ല പോലെ കഴുകിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഷൂവിൻ്റെ ഉള്ളിലുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കുവാനും അതുപോലെ വീർപ്പ് നാറ്റം വരാതിരിക്കുവാനൊക്കെ സഹായിക്കും. ഇനി തോർത്തിലാണെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കരിമ്പൻ പെട്ടെന്ന് വരിക എന്നുള്ളതല്ലേ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കഴുകിയാലും പെട്ടെന്ന് കരിമ്പൻ പിടിക്കും. കാരണം നമ്മൾ കൂടുതൽ എണ്ണയൊക്കെ നമ്മൾ തേച്ചിട്ടൊക്കെ കുളിക്കുമ്പോൾ അത് ആ ഒരു തോർത്തിയിൽ പെട്ടെന്ന് വരുമ്പം അത് പെട്ടെന്ന് കരിമ്പം വരാനായിട്ട് ചാൻസ് ഉണ്ട്. കരിമ്പം മാത്രമല്ല, മഞ്ഞക്കറ പോലെ ആകുക. അതുപോലെ കുട്ടികളെ യൂണിഫോം പെട്ടെന്ന് ഫെയ്ഡായി പോകും, വെള്ള യൂണിഫോമുകൾ. അപ്പോൾ ഈ ഒരു പൊടി കൊണ്ട് നിങ്ങൾ കഴുകുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ തോർത്തായതുകൊണ്ട് തന്നെ ഇത് പുഴുങ്ങി കാണിക്കുന്നത്, നിങ്ങൾ വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പൊടി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളെ യൂണിഫോമൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മളൊന്ന് മുക്കി വെക്കുക വെള്ളത്തിൽ. നമ്മൾ വാഷിംഗ് മെഷീനിൽ തന്നെ വെള്ളം നിറച്ചിട്ട് ഈ ഒരു പൊടി ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ കഴുകുക. അപ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും. നമുക്ക് പെട്ടെന്ന് കഴുകിയാൽ റിസൾട്ട് കിട്ടില്ല എന്നല്ല, അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു പൊടി കൊണ്ട് നമ്മൾ തുണികൾ കഴുകിയാൽ പെട്ടെന്ന് പിഞ്ചി പോകുക, കീറി പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഈട് നിൽക്കാനും സഹായിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 4-5 തോർത്താണ് ഞാൻ ഇതിൽ മുക്കി വെച്ച് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. ഇതൊരു മാസത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ തോർത്ത് നല്ല ഈട് നിൽക്കും, അതുപോലെ തന്നെ മഞ്ഞക്കറി ഉണ്ടാവില്ല, അണുക്കളെ നശിപ്പിച്ചു കളയും, അതുപോലെ തന്നെ കരിമ്പനും പെട്ടെന്ന് വരില്ല കേട്ടോ. നമുക്കിപ്പം ഇത് മാത്രമല്ല, കിച്ചൺ ടവലിലും നമുക്കിതുപോലെ കഴുകിക്കഴിഞ്ഞാൽ മെഴുക്കൊക്കെ നല്ലതുപോലെ പോയി കിട്ടും. ഇത് നമ്മൾ നല്ലതുപോലെ എല്ലായിടത്തും ഈവണായിട്ട് ഈ ഒരു സോപ്പ് പൊടി ആകുന്ന വിധത്തിൽ നമ്മൾ മുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. പിന്നെ നമ്മൾ കല്ലിലിട്ട് കഴുകേണ്ടതോ വാഷിംഗ് മെഷീനിൽ കഴുകേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകിയെടുത്താൽ മാത്രം മതി. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഏതൊരു തുണിയും ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീനിൽ കഴുകേണ്ട വിധമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, തോർത്ത് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. എല്ലാ ടിപ്സും വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.
നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.